പണയം വാഹനമായാലും വീടായാലും പണയം എന്ന് പറഞ്ഞാൽ പണയപ്പെട്ട വസ്തു പണയപ്പെട്ടവൻ ഉപയോഗിക്കാനേ പാടില്ല. പണയം വരുത്തി കടം വാങ്ങുന്ന സിസ്റ്റം അത് അല്ല, അതെ പണയം വെക്കാൻ പറ്റുന്നില്ല. പണയം അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമല്ലേ പണയം വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ ആ കാശ് കൊടുക്കുമ്പോൾ വസ്തു തിരിച്ചു വാങ്ങും, അയാളത് ഉപയോഗിക്കൂല. നമ്മുടെ നാട്ടില് ഈ പണയത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. പ്രത്യേകിച്ച് വീടും വാഹനമൊക്കെ പണയത്തിന് കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ആവശ്യമുള്ള ഒരാൾ അയാളുടെ വീട് മറ്റൊരാൾക്ക് പണയത്തിന് താമസിക്കാൻ കൊടുക്കുന്നു. അയാൾ 5 ലക്ഷം വാങ്ങും. എന്നിട്ട് അയാൾക്ക് നീ 5 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. ചിലപ്പോൾ ഒരു അയാൾ ഫ്രീ ആയിട്ട് വീട് താമസിക്കും. അപ്പോൾ പലപ്പോഴും ഈ വാടകയ്ക്ക് പകരം ഫ്ലാറ്റൊക്കെയാണ് പലപ്പോഴും അത് ചെയ്യുന്നത്. പുതിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കിയവർ ഇപ്പോൾ 2 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ഫ്ലാറ്റ് ഇയാൾക്ക് കൈമാറും. അപ്പോൾ ഇവർ 2 വർഷമോ 3 വർഷമോ താമസിക്കും. താമസം ഒഴിയുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഇവർ വാങ്ങും ചെയ്യും. അപ്പോൾ ഇത് ഹലാലല്ല, ഹറാമാണ് എന്നും ഇത് പലിശൻ്റെ ഇനത്തിലാണെന്നും എന്നും പറയുന്നുണ്ട്. അതല്ല, ഇത് അനുവദനീയമാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്താണ് സത്യത്തിൽ ഇതിലുള്ള അത്? ഈ ആളുകൾ പലിശയെ സംബന്ധിച്ച ആളുകൾക്ക് പിടിപാടില്ലാത്തതുകൊണ്ടാണ് ഈ സംശയം തന്നെ വരുന്നത്. പലിശ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. ഒരു ആനുകൂല്യം വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള എല്ലാ എല്ലാ കടവും പലിശയാണെന്നാ. ആനുകൂല്യം വ്യവസ്ഥ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് തന്നെ ആവണം എന്നില്ല. ഉദാഹരണം പറയാം, നമ്മൾ രണ്ടാളും കോഴിക്കോടാന്ന് വിചാരിച്ചോ. ഞാൻ രണ്ടാളും കോഴിക്കോടാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ മലപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത്, മലപ്പുറം ടൗണിൽ. അപ്പോൾ നിങ്ങൾ എന്നോട് 1 ലക്ഷം ഉറുപ്പ്യ വന്ന് കടം ചോദിച്ചു. ഞാൻ കടം തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൂട്ടിലങ്ങാടി ഇറക്കി തരണം. മലപ്പുറത്ത് നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ കൂട്ടിലങ്ങാടി ഇറക്കി തരേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ കോഴിക്കോട് വരെ ഓപ്പോസിറ്റാണ് പോണത്. പക്ഷേ ഈ 1 ലക്ഷം എന്നോട് കടം വാങ്ങിയ സ്ഥിതിക്കും കടം തന്ന സ്ഥിതിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങളത് ഇറക്കി തരാണ് അതിൻ്റെ പേരിൽ. അപ്പം ഞാൻ ആ കൂട്ടിലങ്ങാടി വരെ അല്ലെങ്കിൽ മക്കരപ്പറമ്പ് വരെ എന്നെ വണ്ടിയിൽ ഇറക്കി തരണമെന്ന് പറയുന്നത് പലിശയാണ്. ഇത് കാരണം എന്താ? ഈ പൈസ കടം തന്നതിൻ്റെ പേരിലാണ് ഇയാളെ ഇറക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് 11 നേരല്ല, എനിക്ക് കോഴിക്കോട് എത്രയും പെട്ടെന്ന് എത്തണം, അല്ലെങ്കിൽ തന്നെ റോഡ് തിരക്കാണ്, ഇത് പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇത് പലിശയാണ്. അപ്പോൾ അതുകൊണ്ട് ഹദീസുകൾ ബുഖാരിയിലൊക്കെ കാണാം, കടം കൊടുത്തിട്ട് സമ്മാനം വാങ്ങരുത്. കടം കൊടുത്തതിൻ്റെ പേരിൽ സമ്മാനം തരികയാണെങ്കിൽ വാങ്ങരുത്. കാരണം ഈ കടം കൊടുത്തതിൻ്റെ പേരിൽ തരുന്നതാണതേ, അത് വാങ്ങരുത്. അപ്പോൾ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം എന്നില്ല. ഇവിടെ ഈ 5 ലക്ഷം രൂപ ഒരാൾ വാങ്ങിക്കുന്നു, അയാളൊരു നിശ്ചിത കാലം കഴിഞ്ഞാൽ തിരിച്ചു തരണമെന്നാണ് വ്യവസ്ഥ. തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ വാങ്ങിക്കുന്ന സംഖ്യക്കാണ് കടം എന്ന് പറയാം. അത് കടമല്ല എന്ന് ആളുകൾ പറഞ്ഞോട്ടെ, പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഷയിൽ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന സംഖ്യക്ക് കടം എന്നാണ് പറയുക, ഖർള് എന്നാണ് പറയുക. അത് ഞാൻ കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്. ആ കൊടുത്ത സംഖ്യ അല്ലാതെ അതിൻ്റെ മുകളിൽ മറ്റൊരു ആനുകൂല്യവും ഞാൻ പറ്റാൻ പാടില്ല. അതൊരു സേവനമാണ്. അതെ 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 അതെ. യഥാർത്ഥത്തിൽ മൂല്യം കുറയുമല്ലോ, പക്ഷെ അതൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. കൊടുത്തതിൽ സംഖ്യ വാങ്ങാൻ അത് ഖുർആൻ വളരെ വ്യക്തമാണ്. വൈൻ തുബുത്തും ഫലക്കും റൂസു അംവാലിക്കും. നിങ്ങൾക്ക് ആകെ ഉള്ളത് കൊടുത്തത് തിരിച്ചു വാങ്ങുക എന്നത് മാത്രമാണ്. ക്യാപിറ്റൽ, ഓൺലി ക്യാപിറ്റൽ ഫോർ യു, അത് തിരിച്ചു വാങ്ങാന്നുള്ള, അതിലപ്പുറമില്ല. ഇവിടെ 5 ലക്ഷം കടം കൊടുക്കുന്ന ഒരാൾ കടം വാങ്ങിച്ച ആളെ വീട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയാണ്. പണയം എന്നീന് പറയില്ല, കാരണം ഇസ്ലാമിലെ പണയപ്പെട്ടവന് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളെ വാഹനം എൻ്റെ അടുത്ത് പണയം വെച്ചാൽ ഞാനത് ഭദ്രമായി സൂക്ഷിക്കുക എന്നല്ലാതെ ഞാനത് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് പണയത്തിൻ്റെ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഏതോ തെരുവ് ഗുണ്ടകൾ വന്നിട്ട് കല്ലെറിഞ്ഞ് പൊളിച്ച് ഞാൻ അതിന് ഉത്തരവാദിയല്ല, കാരണം എനിക്കതുകൊണ്ട് ഒരു കാര്യമില്ല. അതേപോലെ ഞാൻ കടം വാങ്ങിച്ചാണ് വിചാരിക്കുക,
ഞാൻ കാശ് കടം വാങ്ങിച്ചു, പോണ വഴിക്കുന്ന ആരോ എൻ്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ചു പോയി. ആ പോക്കറ്റ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ തിരിച്ചു തരണം, നിർബന്ധമാണ്. പോക്കറ്റ് അടിച്ചു പോയാൽ കത്തിപ്പോയാൽ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഞാനത് തിരിച്ചു കടം വാങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് 1 ലക്ഷം വാങ്ങിയിട്ട് ഞാൻ 10 ലക്ഷം ലാഭം ഉണ്ടാക്കി. ആ ലാഭം ഒരു ഉറുപ്പ്യ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. ഇതിനാണ് ഇസ്ലാം വളരെ കൃത്യമാണ് ഇസ്ലാമിൻ്റെ ഇത്. അപ്പോൾ ഇവിടെ ഈ പണയപ്പെട്ട ബിൽഡിങ് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു റെൻ്റ് ചെയ്യിച്ച് നോക്ക്. 5 ലക്ഷം ഉറുപ്പ്യ കടം വാങ്ങി, അതിന് നിങ്ങൾ എൻ്റെ അടുത്ത് കടം വാങ്ങി, നിങ്ങളുടെ വീട് ഞാൻ 5 വർഷം ഉപയോഗിച്ച്, 1 വർഷം 10,000 ഉറുപ്പ്യ ഏറ്റവും മിനിമം കൂട്ടുക. വാടക വെച്ചാൽ 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 50,000 ഉറുപ്പ്യായി. അപ്പോൾ 1 ലക്ഷം വാങ്ങിച്ചതിന് അല്ല 5 ലക്ഷം വാങ്ങിച്ചതിന് ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് 5 ലക്ഷം തന്നതിന് ഞാൻ അനുഭവിക്കുന്നത് 5,50,000 മനസ്സിലായില്ലേ? അപ്പോൾ അത് പലിശയെ ഹലാലാക്കാൻ 5 ലക്ഷം കൊടുത്തിട്ട് 5.5 വാങ്ങാൻ പാടില്ലല്ലോ. അത് പലിശയെന്ന് ഇവർ സമ്മതിക്കും. അതേ ആളുകൾ തന്നെ 5 ലക്ഷം കൊടുത്തിട്ട് അയാളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കുന്നത് അതെന്നാ പറയും. അപ്പോൾ ബാങ്കിലും ഈ വർത്താനം പറഞ്ഞൂടെ? ബാങ്കിനും പറയാലോ ഈ വർത്താനം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പലിശ തന്നെയാണ്. മാത്രമല്ല ഇമാം അഹമ്മദൊക്കെ വളരെ കൃത്യമായി, ഇതൊക്കെ പണ്ടേ കാലത്ത് ഉണ്ടായിരുന്നത്, അത് പുതിയത് സംഭവമൊന്നുമല്ല, ഇത് പലിശയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണയം വാഹനമായാലും വീടായാലും പണയം എന്ന് പറഞ്ഞാൽ പണയപ്പെട്ട വസ്തു പണയപ്പെട്ടവൻ ഉപയോഗിക്കാനേ പാടില്ല. പണയം വരുത്തി കടം വാങ്ങുന്ന സിസ്റ്റം അത് അല്ല, അതേ പണയം വെക്കാൻ പറ്റുന്നില്ല. പണയം അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമല്ലേ, പണയം വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ ആ കാശ് കൊടുക്കുമ്പോൾ വസ്തു തിരിച്ചു വാങ്ങും, അയാളത് ഉപയോഗിക്കൂല. അതൊരു ഉറപ്പ് സെക്യൂരിറ്റി ആയി. ആ ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഹദീസിൽ കാണാം. വൽ മർക്കൂബ് യുഹ്ലബു, അതായത് പശുവിനെ പണയം വെക്കാം. പശുവിനെ പണയം വെച്ചാൽ അതിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമല്ലോ. അതിന് ഭക്ഷണം കൊടുക്കണം, അതിന് പുല്ല് കൊടുക്കണം, വെള്ളം കൊടുക്കണം. അത് അയാളെ ഉത്തരവാദിത്താ, ഉടമസ്ഥന്റെ ഉത്തരവാദിത്താ. പക്ഷെ അയാൾ എന്നും പശുവിന് തീറ്റ കൊടുക്കാനും പുല്ല് കൊടുക്കാനും ഇയാളത്തേക്ക് വരാൻ പറ്റും, ഇത് പണയം വെച്ചല്ലേ. അപ്പം ഇയാൾക്ക് അതിനെ വെള്ളവും ഇതും കൊടുക്കുന്നതിന് പകരം അതിൻ്റെ പാല് കറന്ന് കുടിക്കാം. അത്രയും സൂക്ഷ്മമാണ്. അലാ നബി ഖദരി നഫഖത്തിഹീൻ, ചെലവാക്കുന്നതിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനം നിങ്ങളുടെ അടുത്ത് വെച്ചെന്ന് വിചാരിക്കുക, ഗൾഫിൽ പോയി, പണയം അതായത് സൂക്ഷിക്കാൻ വെച്ചതാ, പണയമല്ല സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ ഇടയ്ക്ക് നിർത്തി സ്റ്റാർട്ടാക്കി നോക്കണ്ടേ, ഒന്ന് ചുറ്റുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി പെട്രോൾ അടിക്കണം, 2 ലിറ്റർ പെട്രോൾ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാഹനം ഏതായാലും പെട്രോൾ അടിക്കണം, ഒന്ന് ഓടിക്കണം. അപ്പോൾ പോകുമ്പോൾ ചന്തയിൽ നിന്ന് സാധനം വാങ്ങിച്ച് വരും ചെയ്യാം. അത് അത്രയും കൃത്യമാണെന്ന് മനസ്സിലായില്ലേ? അത് ഇത് ഉപയോഗിക്കലല്ല, അത് രണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ആ വാഹനം അനിവാര്യമായി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന് വരുന്ന റിസ്ക്, ചെലവ് അപ്പൊ എടുക്കാവുന്ന ഒരു ആനുകൂല്യം. അതെ, അവിടെയും നല്ലത് എടുക്കാതെ അയാളോട് വാങ്ങലാണ്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഇപ്പൊ ഈ വാഹനം പണയപ്പെടുത്തുക പറഞ്ഞാൽ പൈസ കൊടുത്ത് പിന്നെ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇയാൾക്ക് 50,000 റുപ്യ ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ 2 മാസം ഇവിടെ നിൽക്കുന്നു. അപ്പം എൻ്റെ വാഹനം അയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ഒരു 2 ലക്ഷം റുപ്യ എനിക്ക് തരുന്നു. പോകുമ്പോൾ 2 ലക്ഷം ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു 2 മാസം കൊണ്ട് എനിക്ക് 2 ലക്ഷം റോൾ ചെയ്ത് പലതും ചെയ്യാം. ബാങ്കിൽ നിന്ന് ഞാൻ 2 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കണം. അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൗശലം എന്നതിന് പറയാം. എന്തായിരുന്നാലും അത് അനുവദനീയമല്ല. അങ്ങനെ ആ സിസ്റ്റത്തിൽ അനുവദനീയമല്ല.